ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 4ാമത്തെ പാഠമായ വസ്ത്രത്തിൻ്റെ നാൾവഴികളാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. ആദ്യത്തേത് ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ കിടന്നുറങ്ങുന്ന ചിത്രമാണ്. പിന്നെ രണ്ടാമത്തേത് തത്തയുടെയും, മൂന്നാമത്തേത് ഒരു ചെമ്മരിയാടിൻ്റെ, അതുപോലെ നാലാമത്തേത് ആമയുടെ ചിത്രമാണല്ലേ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. അതായത് ഇലകളും മറ്റും കൊണ്ടായിരുന്നു ആദിമ മനുഷ്യരൊക്കെ വസ്ത്രം ധരിച്ചിരുന്നത്. പിന്നീട് സാവധാനം കാലം പോകെയാണെന്ത് നൂലിൻ്റെ കണ്ടുപിടുത്തവും നൂലുകൊണ്ടുള്ള വസ്ത്രങ്ങളും ചർക്കയുടെ കണ്ടുപിടുത്തവും എല്ലാം ഉണ്ടായതും എന്താണ്, നൂൽ നൂറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ അവർ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനായിട്ട്, അതായത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനാണല്ലോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവരെന്ത് ചെയ്തു? തീ കായാനായിട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നുമൊക്കെ സംരക്ഷണം ലഭിക്കാനായിട്ട് അവർ വീടുകളിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. വീടുകളിൽ നിന്നും അതുപോലെ ഗുഹകളിൽ നിന്നുമൊക്കെ താമസിക്കാൻ തുടങ്ങി. അതിൽ നിന്നും പുറത്തിറങ്ങാതെ ആയി തുടങ്ങി. അതുപോലെ തന്നെ വീതിയുള്ള ഇലകളും മൃഗങ്ങളുടെ തോലും മരത്തോലുകളും ആദ്യകാലങ്ങളിൽ അവർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു. പിന്നെ പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഇങ്ങനെയെല്ലാം അവർ ആ സാഹചര്യങ്ങളെ അതിജീവിച്ചു വന്നു. ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് മനുഷ്യർ പല വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. കമ്പിളി വസ്ത്രങ്ങളും കോട്ടൺ വസ്ത്രങ്ങളും ജോർജറ്റ് മെറ്റീരിയലിലുള്ള വസ്ത്രങ്ങൾ, അതുപോലെ പട്ടുതുണിയിലുള്ള വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജീൻസ് മെറ്റീരിയലിലുള്ള വസ്ത്രങ്ങൾ, ഇങ്ങനെ ഒത്തിരി വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ മനുഷ്യർ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. വസ്ത്രങ്ങൾ കൊണ്ട് നമുക്ക് തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു, ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു, അതുപോലെ ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു, അതുപോലെ തന്നെ പൊടി, ചെളി തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. പിന്നെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. അതുപോലെ നല്ല വസ്ത്രങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചിത്രങ്ങൾ നോക്കിക്കേ. ആദിമ മനുഷ്യർ എങ്ങനെയൊക്കെയായിരുന്നു വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്? ഇലകൾ കൊണ്ടും അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോല് കൊണ്ടുമൊക്കെ ആയിരുന്നു അല്ലേ. അതുപോലെ മരങ്ങളുടെ തോല് കൊണ്ടും ഉള്ള വസ്ത്രങ്ങളായിരുന്നു ആദ്യമൊക്കെ ധരിച്ചിരുന്നത്. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? മരവുരി, പിന്നെ ഇലകൾ, അതുപോലെ മൃഗങ്ങളുടെ തോല്. മരവുരി എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ തോല് എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോൽ അഥവാ മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞത്? അവരുപയോഗിച്ചിരുന്ന ഈ ഇലകളും അതുപോലെ മരത്തോല് കൊണ്ടൊക്കെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ അവരെങ്ങനെയായിരുന്നു? മൃഗങ്ങളുടെ എല്ലും പല്ലും കൊമ്പുകളൊക്കെ കൊണ്ട് അത് മൂർച്ചയാക്കി സൂചികളാക്കിയായിരുന്നു. അതുപോലെ തന്നെ കല്ലുകൾ മൂർച്ച കൂട്ടി സൂചികളാക്കിയൊക്കെ ആയിരുന്നു അവരത് തുന്നിയിരുന്നത് അല്ലേ. ഇനി ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ആദിമ മനുഷ്യർ വേട്ടയാടി ജീവിച്ച കാലത്ത് ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച വസ്തുക്കളെ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു. കോട്ടൺ, സിൽക്ക്, കമ്പിളി എന്നിവ കൊണ്ട് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആദ്യകാല മനുഷ്യർക്ക് കൃഷി അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടും പരുത്തിയും മറ്റും കൃഷി ചെയ്യാൻ സാധിച്ചില്ല. ആദിമ മനുഷ്യർക്ക് കൈത്തറിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. മൃഗങ്ങളുടെ തൊലിയും രോമങ്ങളും കൊണ്ട് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ എല്ല്, നഖം, കൂർത്ത കല്ല് എന്നിവയൊക്കെയാണ് സൂചിയായി ഉപയോഗിച്ചിരുന്നത്.
ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഇപ്പം എന്താ മക്കളെ നെയ്ത്ത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ആ നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. സിന്ധു നദീതടത്തിലെ വസ്ത്രം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രവും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോരുന്നതായി കരുതുന്നു. നോക്കിക്കേ, അന്നത്തെ സംസ്കാരത്തിൽ, അതായത് സിന്ധു നദീതട സംസ്കാരത്തിലുണ്ടായിരുന്ന അവർ നിർമ്മിച്ച പ്രതിമകളുടെ ചിത്രങ്ങളാണിത്. അതിൽ നിന്നും അവർ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നെയ്ത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവർ നാര് പിരിച്ച് നൂലാക്കി അങ്ങനെ നെയ്ത്ത് രൂപം കൊണ്ടു. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോളിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുക്കുന്ന തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നീലം അഥവാ ഇൻഡിഗോ ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. നോക്കിക്കേ, ആദ്യത്തെ ചിത്രം ആദ്യകാല നൂൽനൂൽപ്പ് യന്ത്രമാണ്. രണ്ടാമത്തേത് കൈത്തറിയുടെ ചിത്രമാണ് കേട്ടോ. ഇനി പരുത്തി അഥവാ കോട്ടൺ എന്താണെന്ന് നോക്കൂ. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. അടുത്തത് ചണം അഥവാ ജൂട്ട്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. നീലം ചെടി അഥവാ ഇൻഡിഗോ പ്ലാന്റ്. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ തുണികൾക്ക് എങ്ങനെയാണ് നിറം കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ മക്കളെ. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിംഗ് ജെല്ലി അത്തരത്തിലൊന്നാണ്. സ്പിന്നിംഗ് ജെന്നിയുടെ ചിത്രം നോക്കൂ മക്കളെ. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. കൈക്കൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിംഗ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. ഇനി എന്താണ് യന്ത്രത്തറി എന്ന് നോക്കൂ. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലുമെത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അസംസ്കൃത വസ്തുക്കളെന്ന് വെച്ചാൽ അതായത് നമ്മളുടെ പരുത്തിയും അതുപോലെ ചണവും നമുക്ക് തുണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വസ്തുക്കളെയാണ് അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അവർ യൂറോപ്പിലേക്ക് കയറ്റി അയച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഈ വസ്തുക്കൾ ഉപയോഗിച്ച് യൂറോപ്പിലുള്ള യന്ത്രങ്ങളിൽ അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വിദേശ വസ്ത്രങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി.
വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. യൂറോപ്യർ. ഭൂമിയിലെ 7 വൻകരയിലൊന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. ചിത്രം നോക്കിക്കേ, വ്യത്യസ്തമായ വസ്ത്രങ്ങളും അതുപോലെ തന്നെ നിറങ്ങളും തുണികളും ഒക്കെയാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഇന്നുള്ള നിറങ്ങളിലേക്ക് എത്തിയത്? കൃത്രിമമായ ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. നോക്കിക്കേ, യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, അതായത് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ കേട്ടോ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, വസ്ത്രങ്ങളുടെ വ്യാപനം, അതുപോലെ കൃത്രിമമായ നിറം നൽകാൻ തുടങ്ങി. പിന്നെയോ ചിലവ് കുറച്ചു. അടുത്ത ചോദ്യം നോക്കിക്കേ, യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യൂ. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തി വിറ്റഴിച്ചു. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ ഇതുപോലെ ഗണ്യമായ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ മനുഷ്യരുടെ അധ്വാന ഭാരം കുറയ്ക്കാനും യന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ട് സാധിച്ചു. വിവിധ നിറത്തിലും വിവിധ രൂപങ്ങളിലുമുള്ള വസ്ത്രങ്ങൾ തയ്ക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കൂടുതൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങി. വസ്ത്രങ്ങളുടെ വ്യാപനവും ചിലവ് ചുരുക്കലും എല്ലാം യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ചിലതാണ്. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ചെമ്മരിയാടിൽ നിന്നും അതുപോലെ പരുത്തിയിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് എന്ത്, പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത് കേട്ടോ. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ നോക്കിക്കേ, പ്രകൃതിദത്ത നാരുകളുണ്ട് അതുപോലെ കൃത്രിമ നാരുകളുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി പ്രകൃതിദത്ത നാരുകൾ ഏതൊക്കെയാണ്? ജന്തുക്കളിൽ നിന്ന് കിട്ടുന്നതിന് ഉദാഹരണമാണ് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നത്. പിന്നെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് ഉദാഹരണമാണ് പരുത്തി, ചണം, ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നത്. അതായത് പരുത്തിയിൽ നിന്ന് പരുത്തി നാരും ചണത്തിൽ നിന്ന് ചണനാരും നിർമ്മിക്കുന്നു. പിന്നെ കൃത്രിമ നാരുകൾ, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയാണ്. ഇനിയൊരു ചോദ്യം നോക്കിക്കേ, പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കൂ. ആദ്യത്തേത് കമ്പിളി. കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? ചെമ്മരിയാടിൽ നിന്നാണ്. പട്ടുനൂൽ പുഴുവിൽ നിന്ന്. പരുത്തി, പരുത്തിച്ചെടിയിൽ നിന്ന്. ചണം, ചണച്ചെടിയിൽ നിന്ന്. നിങ്ങളുടെ പ്രദേശത്തെ തുന്നൽക്കട സന്ദർശിച്ച് പാഴ്ത്തുണി കഷ്ണങ്ങൾ ശേഖരിക്കൂ. പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ തുണികൾ വേർതിരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. എഴുതാനൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാനുള്ളതാണ്. വസ്ത്രങ്ങളിലെ വൈവിധ്യം. വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത്? കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? അല്ല അല്ലേ. പലതരത്തിലുള്ള ജോലികൾക്കും അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് ഉള്ളത്. തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയിലെ വസ്ത്രങ്ങൾ ഓരോന്നും ഏതേത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടികയിൽ ചിത്രത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തൂ. ആദ്യത്തെ ചിത്രം നോക്കിക്കേ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതാണ് അല്ലേ. മഞ്ഞാണ്, തണുപ്പുള്ള കാലാവസ്ഥയാണ്, അതിനനുസരിച്ചുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് തൊഴിലാണ്, വക്കീലാണ് അല്ലേ. അപ്പോൾ അതൊരു തൊഴിലാണ്. മൂന്നാമത്തേത് അധികാരം അല്ലെങ്കിൽ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. നോക്കിക്കേ, ഒരു പോലീസുകാരൻ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നതല്ലേ, അതൊരു അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. നാലാമത്തേത് രോഗപ്രതിരോധമാണ്. അഞ്ചാമത്തേത് തൊഴിലാണ്. ആറാമത്തേതും കാലാവസ്ഥയാണ്, മഴയാണ് അല്ലേ.
അടുത്ത പ്രവർത്തനം നോക്കൂ. വിവിധ സാഹചര്യങ്ങളിലെ വസ്ത്രധാരണത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കൂ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ കാലാവസ്ഥ, അതുപോലെ തൊഴിൽ, അധികാരം, പദവി തുടങ്ങിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ വരുന്ന വസ്ത്രധാരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കണേ. കാലാവസ്ഥ, ആചാരം, അധികാരസ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ അതായത് ചെരുപ്പ് എന്നിവയിലെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും. വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ്. വർണ്ണവൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ കാണാൻ നമുക്ക് ഏറെ ഇഷ്ടമല്ലേ? നോക്കിക്കേ മക്കളെ, ഇവിടെ ഏതാനും കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കഥകളിക്കും മോഹിനിയാട്ടത്തിനും ഒപ്പനയ്ക്കും അതുപോലെ നാടകത്തിനും എല്ലാത്തിനും, നമ്മളുടെ ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ വസ്ത്രങ്ങളും ഒരേ ആഭരണങ്ങളുമാണോ? അല്ല, വ്യത്യസ്ത വസ്ത്രങ്ങളും വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത ആഭരണങ്ങളുമാണല്ലേ വ്യത്യസ്തമായ കലാരൂപങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി ചോദ്യം നോക്കിക്കേ. തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ വസ്ത്രാലങ്കാരങ്ങൾ നിരീക്ഷിച്ച് അവ ഏതേത് കലാരൂപങ്ങളുടേതാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. നോക്കിക്കേ, നമ്മൾ കണ്ടു ആ ചിത്രങ്ങൾ. ഒന്നാമത്തേത് കഥകളിയാണ്, രണ്ടാമത്തേത് തെയ്യമാണ്, മൂന്നാമത്തേത് മോഹിനിയാട്ടമാണ്, നാലാമത്തേത് കേരള നടനമാണ്, അഞ്ചാമത്തേത് ഒപ്പന, ആറാമത്തേത് ചവിട്ടുനാടകം. വിവിധ കലാരൂപങ്ങളിലെ വസ്ത്രവൈവിധ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യൂ. എല്ലാ കലാരൂപങ്ങളിലെയും വസ്ത്രങ്ങൾ പല രീതിയിലാണ്. വസ്ത്രങ്ങളുടെ ശൈലിയിലും നിറത്തിലും ചമയങ്ങളിലും തിളക്കത്തിലും അവരണിയുന്ന ആഭരണങ്ങളിലുമെല്ലാം തന്നെ വൈവിധ്യം നമുക്ക് കാണാം. ചില കലാരൂപങ്ങൾക്ക് നൃത്തത്തിൻ്റെ ചടുലതയ്ക്കനുസരിച്ച് കാണാൻ ഇമ്പമുള്ള വസ്ത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ നോക്കിക്കുക. നമുക്കിവിടെ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാന് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിളംബരത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. 1859 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു. തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. ഇനി എന്താണ് മേൽമുണ്ട് സമരം എന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. വസ്ത്രധാരണത്തിൽ നിലനിന്നിരുന്ന അവകാശ നിഷേധങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ആദ്യകാലങ്ങളിൽ, അതായത് ജന്മിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന കാലങ്ങളിൽ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നിഷേധിച്ചിരുന്നു. ജാതിയിൽ ഉയർന്നവർക്ക് മാത്രമേ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുപാട് കാലം മാറുമറയ്ക്കാതെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സഹിച്ചും ജീവിച്ചിട്ടുണ്ട്. പിന്നീട് ഒത്തിരി നവോത്ഥാന നായകന്മാരുടെ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഫലമായാണ് നമുക്ക് മാറുമറയ്ക്കാനും വൃത്തിയായ വസ്ത്രങ്ങൾ ധരിക്കാനുമുള്ള അവകാശം കിട്ടിയത്. വസ്ത്രം ഒരു സമരായുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച്, അതായത് സ്വന്തം ദേശത്തുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യസമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ഒരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. നോക്കിക്കേ, ചിത്രത്തിൽ ആദ്യം ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനം ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. അടുത്തത് ഖാദി പ്രസ്ഥാനം. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. ഇനിയൊരു ചോദ്യം നോക്കൂ. ചർക്കയും ഖാദി വസ്ത്രവും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരായുധമായി മാറിയത് എങ്ങനെ? പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി തൊപ്പി ധരിക്കലും ഖാദി വസ്ത്രമണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഹിൻഡ്. കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ. എന്നും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അല്ല അല്ലേ? വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം താല്പര്യങ്ങളാണുള്ളത്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നോക്കിക്കേ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചവരെ നമുക്കിതിൽ കാണാം അല്ലേ? വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ മുൻഗണനകളും താൽപ്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. സൗന്ദര്യസങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി. പരസ്യങ്ങൾ, സിനിമകൾ, സമൂഹമാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. പരസ്യങ്ങൾ, സിനിമകൾ, സമൂഹമാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെല്ലാമെന്ന് ചർച്ച സംഘടിപ്പിക്കൂ. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പരസ്യങ്ങൾ പുതിയ ഫാഷൻ ബ്രാൻഡുകളെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു. പരസ്യങ്ങൾ, സിനിമകൾ, സമൂഹമാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നു. പല സിനിമകളും അതുപോലെ പരസ്യങ്ങളും കണ്ട് ജനങ്ങൾ അതിലുള്ളതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും കൂടെ ഫാഷനബിൾ ആവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു. നോക്കിക്കേ, ചിത്രത്തിൽ ആദ്യത്തേത് എംബ്രോയ്ഡറി ചെയ്ത ഒരു വസ്ത്രത്തിൻ്റെ ചിത്രമാണ്. അതുപോലെ രണ്ടാമത്തേത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ചെറിയൊരു ചിത്രമാണ് തന്നിട്ടുള്ളത്. വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യം നെയ്ത്ത്, പിന്നെ വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽനൂൽപ്പ്. ഇതെല്ലാം എന്താണ്? വസ്ത്രനിർമ്മാണ രംഗത്ത് നമുക്കുള്ള സാധ്യതയുള്ള തൊഴിൽ മേഖലകളാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്രദങ്ങളായ സാമഗ്രികളാക്കി മാറ്റാം? എങ്ങനെയൊക്കെ മാറ്റാം മക്കളെ? പഴയ വസ്ത്രങ്ങളിൽ നിന്ന് പരവതാനികൾ ഉണ്ടാക്കാം. പഴയ വസ്ത്രങ്ങളിൽ നിന്ന് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. പഴയ വസ്ത്രങ്ങളിൽ നിന്ന് ബാഗുകൾ ഉണ്ടാക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിക്കാം. പൂക്കൾ, ചുമരിൽ തൂക്കിയിടുന്ന വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയും. കർട്ടനുകൾ, തലയിണ കവറുകൾ, ഹെയർ ബാൻഡുകൾ തുടങ്ങിയവ ഉണ്ടാക്കാം. ഇത്തരത്തിലെല്ലാം നമുക്ക് പഴയതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം വസ്ത്രങ്ങൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം? ചിത്രങ്ങൾ നോക്കൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് ചവിട്ടികളും അതുപോലെ തന്നെ പരവതാനികളും പിന്നെ റീയൂസബിൾ ആയിട്ടുള്ള നമുക്കെന്താണ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരു പരിധിവരെ സാധിക്കും.
നമുക്കും ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമല്ലോ. വസ്ത്രധാരണത്തിലെ നാൾവഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം. തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി. മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രധാരണ രീതിയെ ആവശ്യങ്ങളിലേറെ സ്വാധീനിക്കുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4ാമത്തെ പാഠമായ വസ്ത്രത്തിൻ്റെ നാൾവഴികളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണമെന്നുള്ളതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.